ഹലോ, നമുക്കിന്നൊരു വീഡിയോ ചെയ്താലോ? ഒരു ലോങ് വീഡിയോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. ആദ്യത്തേത് ഒരു ഗാർഡൻ മേക്ക് ഓവർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് പേരൊക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തു. കാരണം ഒരു തുടക്കക്കാരിയായ നിലക്ക് എനിക്ക് കിട്ടേണ്ട സപ്പോർട്ടൊക്കെ എന്തായാലും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിതേ ഈ ഒരു ഗ്ലോബാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോണത്. ഗ്ലോബ് കുറേ നാളായി ഇവിടെ മഴയത്തും വെയിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുന്ന പരിപാടിയാണ്. ഇന്നങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിക്കണത്. കാരണം ഞാനാണെങ്കിൽ എപ്പോഴും തിരക്കായിരിക്കും, ക്ലാസ്സിലൊക്കെ പോയി. അപ്പോൾ ഇന്ന് സൺഡേ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ ലോങ് വീഡിയോ ഇട്ട് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാനും. അപ്പോൾ ഇതാണ് നമ്മുടെ വളർത്തുന്ന ഗപ്പികൾ. ഞാൻ വന്നപ്പോഴത്തേക്കും ബ്ലാക്ക് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കളർ മിന്നിയും കൂടി ഇട്ട് ഇപ്പോൾ ബ്ലാക്കും ഉണ്ട്, കളറിലേക്ക് ഉണ്ട്, നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ടാവും എപ്പോഴും. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ക്ലീനാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ടാണ് ഇത്രയൊക്കെ ഉള്ളത്. പിന്നെ ഈ ഗ്ലോബിലായാലും കുറേ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആ പച്ചവെള്ളത്തിൽ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഉണ്ടായിരുന്നു കുറേയൊക്കെ. അപ്പം ഞാനത് അതിനേക്ക് എടുത്ത് പിരിച്ചു മാറ്റണേണ്. കാരണം അത് ഫുള്ള് ക്ലിയർ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ കുറേയൊക്കെ വന്ന് പിന്നെ ഞാൻ ഓർത്ത് വെള്ളം കോരി മാറ്റുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോരുത്തരുള്ളത് എടുത്ത് മാറ്റാമെന്ന്. അല്ലാതെ കുറേ വെള്ളത്തിൽ നിന്ന് പിടിക്കൽ ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബ് താഴ്ത്തി വീണാൽ പൊട്ടിപ്പോകാനും ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വെള്ളം മൊത്തം കോരിക്കളഞ്ഞേക്കണേന്. പിന്നെ അതിനകത്തുള്ള സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കണത്. ഇത് നമ്മൾ അകത്ത് വെച്ചേച്ചായിരുന്നു. പിന്നെ ഈ ഗ്ലോബിലെ താമസക്കാരനായ ഫൈറ്റർ മീൻ ചത്തുപോയതിനെ തുടർന്നാണ് ഈ ഗ്ലോബ് പിന്നെ ഈ കിണറിൻ്റെ വക്കത്തേക്ക് മാറിയതിൻ്റെ സ്ഥാനം. പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആ ഫിഷ് ടാങ്കിൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. തിരിഞ്ഞേ നോക്കാറില്ല. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ന ഭാവത്തിൽ ഒരാളിവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്കും കാണിക്കാമെന്ന് ഓർത്താണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലോബിൻ്റെ ലുക്ക്. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഇനി ഇത് കഴുകി വൃത്തിയാക്കി പഴയ ഒരു ലുക്കിൽ തന്നെ ആക്കലാണ് വലിയൊരു റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. കാരണം ഈ ഗ്ലോബിൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം എന്ന രീതിയിലുള്ള ഗ്ലാസ്സാണ്. ഗ്ലോബൊക്കെ വീട്ടിലുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചില്ല് എല്ലായിടത്തും തറച്ച് കയറും. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എന്നോട് ചെയ്യേണ്ട, ചേട്ടാ എന്ന് ചെയ്തു തരാമെന്നും പറഞ്ഞ് അവനാണ് പിന്നെ അതൊക്കെ എനിക്ക് കഴിയൊക്കെ തന്നത്. പിന്നെ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ആ പായലൊക്കെ മൊത്തം പോയത്. കുറേ നേരം കഴിയാണ് പിന്നെ പാടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് കഴുകി നമുക്ക് ഫുള്ള് പൂർണ്ണമായിട്ടുള്ള നല്ല ലുക്കിൽ കിട്ടിയത്. അപ്പോഴത്തേക്കും ഞാനിവിടെ അതിനകത്ത് ഇടാനുള്ള കല്ലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത് കഴുകാനായിട്ട് ഞാൻ ബക്കറ്റിലേക്ക് എടുത്തിടുകയാണ്. ഇത് നല്ല ഭംഗിയുള്ള കല്ലാണ്. അപ്പോൾ റോസമ്മ ഒന്ന് നോക്കണേ തിന്നാനുള്ള എന്തെങ്കിലും സാധനമാണ് എൻ്റെ കയ്യിലിരിക്കണേന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗ്ലോബൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനൊരു മരക്കഷ്ണം കൂടി സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത് മുറിച്ചൊക്കെ എടുത്തേക്കണിരുന്ന്. അപ്പോൾ ആ മരക്കഷ്ണം ആയതുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ പുറകിലൊരു കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ കല്ലൊക്കെ വെച്ചേക്കുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെയിറ്റിൽ അവിടെ തന്നെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, പൊങ്ങിപ്പോവുക, എങ്ങാനും പൊങ്ങിപ്പോയി എന്തെടുക്കും എന്നൊക്കെ ചോദിക്കും. പിന്നെ അതുമേൽ എന്തെങ്കിലും ചെടിയൊക്കെ കൂടി വെക്കാമെന്ന് ഓർത്ത് അപ്പോൾ പുറത്ത് വീണ്ടും എടുത്തിട്ട് അതുമേ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചെടിയും പൊങ്ങിപ്പോരരുതല്ലോ വെള്ളം ഒഴിക്കുമ്പോൾ. കാരണം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ വെക്കാനുള്ള സാധനമാണല്ലോ. അപ്പോൾ ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യണത്. എനിക്ക് വീഡിയോ എടുക്കുക എന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ചില്ലുകുപ്പിയൊക്കെ ആയതുകൊണ്ട് എന്നെ കൂടുതൽ അടുപ്പിച്ചില്ല. ഞാനെങ്ങനെ പൊട്ടിച്ചാലോ എന്നുള്ള ഭയം തന്നെയാണ് കാരണം. പിന്നെയും മഴക്കഷ്ണം അതിനകത്ത് ഇട്ടിട്ട് കല്ലൊക്കെ ഇടാനൊക്കെ തുടങ്ങി. കല്ലൊക്കെ ഇടുന്നതും വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പുള്ള ഒരു സാധനമാണ്. ഗ്ലോബൊക്കെ ഉള്ളവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഴുക്കായി പോകും വെള്ളത്തിൽ. നമ്മൾ എത്ര കല്ല് കഴിയാലും അതിനൊരിതുണ്ടാവും. അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് കല്ലിട്ടിട്ട് വെള്ളം ഒഴിക്കാൻ വേണം. അപ്പോൾ ചേട്ടനാണ് ഇതെല്ലാം ചെയ്യണത്.
കല്ലൊക്കെ ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് അവൻ ചെയ്യണത്. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, പതിയെ പതിയെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ വെള്ളമൊക്കെ ഒഴിക്കണത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട്. കാരണം ഈ തടിയെങ്ങാനും പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തടി മാറ്റിയിട്ട് ആ ചെടി നമ്മൾ കല്ലുമേ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ വെള്ളം നിറക്കൽ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങി. അപ്പോൾ ഓരോ കപ്പ് വെള്ളം ഒഴിക്കുമ്പോഴും ഇപ്പോൾ പൊങ്ങി പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ വീഡിയോയ്ക്ക് എടുക്കുന്നത്. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ആ മരത്തടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതുപോലെ ശംഖൊക്കെ കഴുകിയത് അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ ശംഖാണ്. പിന്നീട് നമ്മളിത് മാറ്റി, കാരണം അത്രയ്ക്ക് ഓവറായ പോലെ തോന്നി. അപ്പോൾ ശംഖൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇച്ചിരി കൂടി ഭംഗി കൂടുതലുള്ള കൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ വലിയ ശംഖ് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ശേഷം ഈ ശംഖാണ് വെച്ച് കൊടുത്തൊരു വെള്ള കളറുള്ളത്. അതും അവിടെ തന്നെ ഇരിക്കും. ശംഖൊന്നും അങ്ങനെ പൊങ്ങിയൊന്നും വരത്തൊന്നുമില്ല, ഇച്ചിരി കനമുള്ള സാധനമാണ് അതൊക്കെ. പിന്നെ ഈ കാണിക്കുന്നത് എന്തെന്നാണെന്നും മനസ്സിലായവർ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അതിനകത്ത് ഇടാനുള്ള മീനിനെ പിടിക്കലാണ് അടുത്ത പരിപാടി. കാരണം അതിനകത്ത് ഇടണ കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളതിനെ നോക്കി വേണം പിടിക്കാനായിട്ട്. നോക്കുമ്പോഴത്തേക്കും എല്ലാം നല്ല ഭംഗിയായിട്ടേ തോന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കുറച്ചെണ്ണം പിടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ ഹോമിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് എന്താണെന്നൊക്കെ അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഗ്ലോബ് ഉൾപ്പെടെ മീനിന് ഉൾപ്പെടെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. Please like and subscribe.